എല്ലാവർക്കും ലീലാവിലാസം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. Stop it. ഞങ്ങൾ എല്ലായിടത്തും പോകുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് ആർക്കും വേണ്ട. ഉപ്പ് മുതൽ കർപ്പൂരം വരെ ആ ബാഗിലിട്ട് ചുമന്നാ നമ്മൾ നടക്കുന്നത്. ഉച്ചഭക്ഷണമൊക്കെ ഞങ്ങൾ ഒരൊറ്റ ചായയിലൊതുക്കും. ഓരോ വീട്ടിന്റെ ചവിട്ടുപടി കയറുമ്പോഴേക്കും പട്ടികളെ ആട്ടി ഓടിക്കുന്ന പോലെ ഞങ്ങളെ ആട്ടി ഓടിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കമ്പനി ഒരു ടാർഗറ്റ് തന്നിട്ടുണ്ട്. ഇന്നാണ് അതിന്റെ അവസാനത്തെ ദിവസം. ഇന്നുകൂടി അത് ശരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ മാസം ശമ്പളം ഉണ്ടാവില്ല. ഈ മാസത്തെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്നെ കാത്തു നിൽക്കുന്ന ഒരു കുടുംബമുണ്ട് വേണം. ഞങ്ങൾ ശ്രമിക്കാനിട്ടല്ല മേഡം. ഏയ് നിർത്ത്. കമ്പനിക്ക് മുന്നിൽ ഒറ്റ വാക്കേ ഉള്ളൂ, ടാർഗറ്റ്. റീച്ച് കിട്ടണമെങ്കിൽ ഇതൊന്നും പോരാ, കണ്ടന്റ് വേണം. അതെ, ഞാൻ ഈ തുള്ളക്കളി കളിച്ചോണ്ടാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടാൻ കാരണം. നിങ്ങൾ രണ്ടാളും അത് മറക്കണ്ട. ആര് പറഞ്ഞ്? നമ്മുടെ ചാനലില് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് എനിക്കാ. നിങ്ങൾ അമ്മയായതുകൊണ്ട് പറയുന്നതല്ല, നിങ്ങളെ പോലത്തി പറയുന്നതുമല്ല. ഈ തള്ളയില്ലെങ്കിൽ നമ്മൾ എന്നേ റീച്ച് ആയേനെ. അതെ, തള്ള എന്താ വിളിച്ചെന്നറിയോ? ലിപിയില്ലാത്ത തെറിയ. ഇനി കണ്ടന്റ് വേണോ എന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വാ, അപ്പ ശരിയാക്കി തരാം. പെൺകോന്തൻ. നിങ്ങൾ അമ്മയുടെ ലീലാവിലാസങ്ങളെ എടുത്ത് യൂട്യൂബിലിട്ട നല്ല റീച്ച് കിട്ടും. എടി, ഞാൻ ചിന്തിക്കുക ഇത് വിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാലോ എന്ന്. വേറെ എന്ത് ജോലിയാടി? ഹോസ്റ്റലുകളിൽ കയറിയിറങ്ങി മടുത്തപ്പോഴാ താമസിക്കാൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയത്. നിനക്ക് തോന്നുന്നുണ്ടോ ടാർഗറ്റ് മുട്ടിക്കാൻ പറ്റുമെന്ന്? ഒരു ദിവസം കൂടി നോക്കും. അതുകൂടി പറ്റിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് നോക്കും. ഒരവസാനത്തെ ശ്രമമല്ലേ, നമുക്കൊന്നിച്ചു പോവാം. ശരി. അവൾക്ക് ടാർഗറ്റ് ആകാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? ഒരു മാസം കമ്പനിയിൽ പണിയെടുത്തിട്ട് ടാർഗറ്റിന്റെ പേരും പറഞ്ഞിട്ട് ശമ്പളം തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ? എനിക്കും ഉണ്ടോ ടാർഗറ്റ്. നിങ്ങൾ കൊണ്ടുപോയ സാധനം ബിസിനസ് ആയില്ലെങ്കിൽ എനിക്കും സാലറി നില്ലടോ. ഞങ്ങൾ രണ്ടുപേരും നാളെ ഒരുമിച്ചാ പോണത്. ടാർഗറ്റ് എത്താതെ നിങ്ങൾ രണ്ടുപേരും ഈ പണി വിട്ടു പോയാൽ അടുത്ത ദിവസം തന്നെ എൻ്റെ പണി പോയി കിട്ടും. വീട്ടിലെ കെട്ടിൻ വയ്യാണ്ടിരിക്കുക, 2 പെൺമക്കളാണ്. അമ്മേ കിട്ടി, കണ്ടന്റ് കിട്ടി. പറയ്. എനിക്കും കൂടി ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് ഉഗ്രൻ ഐഡിയ, ലേറ്റസ്റ്റാ. പറയ് കേൾക്കട്ടെ. പ്രാങ്ക് വീഡിയോ. അത് കൊള്ളാട്ടോ. ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയല്ലേ, അതിൽ എന്നെക്കാളും നീ ഷോപ്പിക്കും. അതെ, എന്തായാലും അമ്മയും മോനും തമ്മിലാണ് മത്സരം ഉണ്ടാവുക. അതൊക്കെ പോട്ടെ, എന്തായാലും നമുക്ക് പ്രാങ്ക് പിടിച്ചൊരു കളി കളിക്കാം. ഓക്കെ.
മോളെ, നാളെ മരുന്ന് വാങ്ങണ്ടേ? കുറേയായി മരുന്ന് കഴിഞ്ഞിട്ട്. അമ്മേ, ഈ നടത്തം മാത്രമേ ഉള്ളൂ. ഇത്തവണ ശമ്പളം കിട്ടുമെന്ന് തോന്നുന്നില്ല. മോൾക്ക് പറ്റിയില്ലെങ്കിൽ മോളിങ്ങ് പോരെ. വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനാ അമ്മേ? മോളെ, അമ്മയ്ക്കൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല. ഉള്ളത് കഴിച്ച് ഇവിടെ നിൽക്കാലോ. അമ്മേനെ എപ്പോഴും വീട്ടു ജോലിക്ക് വിളിക്കുന്നുണ്ട്. അമ്മ അതിന് പൊക്കോളാം. അമ്മ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ച് വളർത്തിയിട്ട് ഇപ്പോഴും അമ്മ കഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുമ്പോ അതൊന്നും വേണ്ട അമ്മേ. അമ്മക്കറിയാണോ? ഏയ്, മോള് സങ്കടപ്പെടണ്ട. അമ്മ കരയണൊന്നുമില്ല. മോള് വെച്ചോ. ഇതിപ്പോ എത്രാമത്തെ വീടാ? ആരും ഒന്നും വാങ്ങിക്കണില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല. നടന്ന് നടന്ന് കാല് കഴിച്ചു. ഇവിടെ കയറണ വലിയ വലിയ ആൾക്കാരുടെ വീടാന്ന് തോന്നുന്നു. വാങ്ങുന്നു തോന്നുന്നില്ല. കേറി നോക്കാം. ഇന്നും കൂടെ അവസാന ശ്രമല്ലേ? ഇവിടെ ആരും ഇല്ലേ? ആരുമില്ലേ? ചേച്ചി, അലറണ്ട. മാർക്കറ്റിംഗ് കമ്പനികളുടെ കുട്ടികളാണെന്ന് തോന്നുന്നല്ലോ. അതെ, കണ്ടന്റ്. നമുക്ക് ഇവരെ വെച്ച് ഒരു പ്രാങ്ക് വീഡിയോ തുടങ്ങിയാലോ? വാ മക്കളെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട് മാഡം. എല്ലാം ഓർഗാനിക് ആണ് മാഡം. ഓർഗാനിക് ആണോ? അമ്മ ഓർഗാനിക് ആണെന്ന്. ആണോ മക്കളെ? എടി, ഓർഗാനിക് ആണെന്ന്. അതന്നെയല്ലേ തള്ള ഞാനും പറഞ്ഞത്. മക്കളിരിക്കെ, നമ്മളിപ്പോ വരാം. എടി രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. ഞാൻ കേറുമ്പേ പറഞ്ഞില്ലേ, ഇപ്പൊ എന്തായി? അപ്പോ ലീലാവിലാസം യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രാങ്ക് വീഡിയോ ആണ്. അപ്പൊ തുടങ്ങാം. മാഡം, ഒരു അടുക്കളയിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനവും ഉണ്ട് മാഡം. ഒരു തരത്തിലും മായില്ലാത്ത പ്രൊഡക്റ്റ് ആണ് മാഡം. അത് തന്നെയാണ് വേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല. നിങ്ങളുടെ കമ്പനിയുടെ പേര് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അല്ലെങ്കിലും പേരിലെന്തിരിക്കുന്നു മാഡം? ഈ സാധനം വെച്ച് പാചകം ചെയ്ത നല്ല ടേസ്റ്റാ. അതെ അതെ, ഈ കമ്പനിയുടെ സാധനം വാങ്ങിച്ച എന്ന് ഇതേ വാങ്ങിക്കുള്ളൂ. അപ്പൊ അമ്മേ, എന്താ ചെയ്യണ്ടേ? ഇതിലുള്ളത് മുഴുവൻ നമ്മൾ വാങ്ങിക്കാം. സന്തോഷായോ? പക്ഷേ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. പാവം കുട്ടികൾ. ഇനി വിശ്വാസം ഉണ്ടാവാ നമ്മളിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ. നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. വിശ്വാസം വരാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നേരെ അടുക്കളയിലോട്ട് വാ. എന്നിട്ട് നിങ്ങൾ ഈ പ്രോജക്റ്റ് വെച്ചിട്ട് പാചകം ചെയ്ത് കാണിച്ചതാ. അത് നല്ല ഐഡിയ. ആ, അപ്പൊ തുടങ്ങല്ലേ? ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചേക്കണം. പാചകം തുടങ്ങല്ലേ? വൃത്തി വേണം. ഒടുക്കത്തെ പണിയായിപ്പോയിടി. പക്ഷെ ടാർജറ്റ് ആവുമെന്ന് തോന്നുമ്പോഴൊരു സന്തോഷം. അതിനുവേണ്ടി പാചകമല്ല, ഇവിടെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാ. പ്രൊഡക്റ്റ് മുഴുവൻ അവരെടുക്കുന്നില്ലേ പറഞ്ഞത്. അപ്പോൾ അതൊരു സന്തോഷം. ഇവിടുത്തെ പണി കഴിഞ്ഞെങ്കിലേ മക്കൾ വെറുതെ വെക്കണ്ട. അമ്മയുടെ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, അതൊന്ന് മടക്കി വെച്ചേക്ക്. അമ്മയ്ക്ക് വയ്യ മക്കളെ.
അപ്പോൾ ഗൈസ് നമ്മളിവിടെ എല്ലാവരുടെയും ക്യാമറ വെച്ചേക്കുന്നുണ്ട് ഗൈസ്. നമ്മളിവിടുത്തെ ജോലി മുഴുവനും ഇവരെ കൊണ്ട് ചെയ്യിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതെ അതെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്ങനെയുണ്ട്? ഹലോ, ഇന്നത്തെ പ്രൊഡക്റ്റ് മുഴുവൻ വിറ്റ് തീർന്നു. ആ സത്യാണോ? ആശ്വാസമായി. കുറേ വീട്ടിൽ കയറി, പക്ഷെ ആരും വാങ്ങിയില്ല. പക്ഷെ ഒരു വീട്ടിൽ കയറിയപ്പോൾ അവരെല്ലാ പ്രൊഡക്റ്റും ഒരുമിച്ച് വാങ്ങി. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, എല്ലാം വിറ്റ് തീർന്നില്ലേ? എനിക്കത് മതി. ഓക്കെ മാഡം. അമ്മേ, ഇന്ന് നമുക്ക് മരുന്ന് പണിക്കാം. ഇന്ന് എനിക്ക് സാലറി കിട്ടും. ആണോ മോളെ? നമ്മളങ്ങനെയൊന്നും ദൈവം കൈവിടില്ല. അമ്മ ഒരു കാര്യം ചെയ്യ്, വീട് ഞാൻ പറഞ്ഞുതരാം. അമ്മ ഗേറ്റിൻ്റെ അടുത്ത് വന്നാൽ മതി. ശരി മോളെ, ഞാൻ എത്തിക്കോളാം. അവരെ പണികളൊക്കെ കഴിഞ്ഞു, ഇനിയാണ് അടുത്തത്. എടിയേ, ഒന്നിങ്ങോട്ട് വന്നേ. എന്റെ സാറേ, ഇവര് വീട്ടിൽ അതിക്രമിച്ച് കയറിയതാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ കയറിയത്? ഞങ്ങൾ വിളിച്ചുവെന്നോ? സാറേ, ഞങ്ങളുടെ ജീവൻ വരെ അപകടത്തിലാ. ഇങ്ങോട്ട് വന്നേടി. നിങ്ങൾ മോഷ്ടിക്കാൻ കയറിയതല്ലേടി? അല്ല, വളയുമാരൊക്കെ പോയോ നോക്ക്. പോയിട്ടുണ്ട് സാറേ, എന്റെ വളയൊന്ന് പോയിട്ടുണ്ട്. എന്റെ മാലയും. സ്റ്റേഷനിലേക്ക് ഞാൻ വിളിച്ചു പറയാം, ജീപ്പ് പോയിട്ട് വരാൻ പറയാം. ഇവരെ വേഗമൊക്കെ തുറന്നു നോക്ക്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളൊന്നും എടുത്തില്ല. ഇവര് വെറുതെ പറയുന്നതാണ്. നമ്മൾ എടുത്തിട്ടില്ല. ഇതേ നിങ്ങളെ ബാഗിൽ നിന്നാണ് കിട്ടിയത്. സ്റ്റേഷനിൽ ഇപ്പോൾ ആൾ വരും. അപ്പോൾ ഗായ്സ്, നമ്മളുടെ പ്രാങ്ക് വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ തന്നെയാണ് ഈ ബാഗിനുള്ളിൽ സ്വർണം വെച്ചത്. അപ്പോൾ ഗായ്സ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പോലീസ് വേഷം? അപ്പോൾ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനേക്കാൾ നല്ല പ്രാങ്ക് വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പ്രോഡക്റ്റുമായി വേഗം വിട്ടോ. മോളെ, കാശ് കിട്ടിയാ? നമ്മളെപ്പോലുള്ളവരുടെ ജീവിതത്തിന് യാതൊരു വിലയുമില്ല അമ്മേ. പ്രാങ്ക് ചെയ്യാൻ കുറേ ജീവിതങ്ങൾ. അമ്മേ, അമ്മക്ക് ഞാൻ എങ്ങനെ മരുന്ന് വാങ്ങും?